My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Love reading ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, നിങ്ങൾ ആരുമായിട്ടാണോ ഇമോഷണലി ചില ക്ലാരിറ്റി ആഗ്രഹിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ്, ഈ വ്യക്തി, എന്തൊക്കെയാണോ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിയേണ്ടത്, അതൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ, ഈ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് ഇൻറ്റൻഷൻ, കറൻറ്റ് സിറ്റുവേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് 3 ക്യാൻഡിൽസ് അല്ലെങ്കിൽ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും അല്ലേ? സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ആ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So think about your person who's on your mind and select one group. Again, ഇത് ജനറിക് റീഡിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, then we can start. In group number 1, the person on your mind. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് ഫീലിംഗ്, ഇൻറ്റൻഷൻ, എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഓൾറൈറ്റ്. സോ ഈ സമയം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിക്കുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പറയുന്ന കാര്യം ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് കൊണ്ടുവരാണ് ചെയ്യാം. ഓക്കെ, അത് ഈവൻ എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ചിന്തകളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നത്? ബിക്കോസ് നിങ്ങൾ എത്രമാത്രം നെഗറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെ പറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നോ, അത്രമാത്രം ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ ജെന്യൂൻലി അറിയേണ്ട കാര്യങ്ങൾ അവിടെ ഫെയ്ഡ് ആയിട്ട് പോവാണ്. ഓക്കെ, ഓർ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ കൊണ്ടുവെക്കാണ് അത് ചെയ്യാം. ഓൾറൈറ്റ്. സോ ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, ഒരു ഹെൽത്തി അല്ലാത്തൊരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ, ഗൈസ് പ്ലീസ് ഒരു ബ്രേക്ക് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഓർ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് അത് എനർജറ്റിക്കലി നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ ആണെന്നുണ്ടെങ്കിലും ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ആ ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിന് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ഇത് നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, സോ പകരം നിങ്ങളുടെ ആ ഒരു കൺട്രോളാണ് നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് ഈ ഒരു സമയത്ത്. ഓക്കെ, സോ ആ ഒരു സമയത്താണ് എന്തൊക്കെയാണോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, അതിനൊക്കെ ഒരു സ്പേസ് ഇല്ലാണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യേണ്ടത് എന്താണോ നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക ജെന്യൂൻലി. ഓൾറൈറ്റ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന സമയത്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങൾ കൂടുതൽ നിങ്ങളെ ആസ്വദിച്ച് തുടങ്ങുക, ആ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ മേലെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുക, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഒരു രീതിയിലും നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു രീതിയിലും നിങ്ങളുടെ ഒരു പ്രസൻസ് ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. ബിക്കോസ് അത് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുകയാണ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് പിൻവലിയുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒരു പേഷ്യൻസ് ടൈം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവണം. ബിക്കോസ് ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇമോഷൻസോ, നിങ്ങളുടെ ഒരുപാട് ഒരു എന്താ പറയുക, ഓവർ മദർലി അഫെക്ഷൻ, എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി, ഫെമിനിൻ ഫീലിങ്സ് ആ വ്യക്തിയുടെ അടുത്തുണ്ടെങ്കിൽ, നിങ്ങൾ ആണോ പെണ്ണോ ആയിക്കോട്ടെ, എൻ്റെ ആള്, അല്ലെങ്കിൽ അവർ വിഷമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ അവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് വിചാരിച്ച്, അങ്ങനെ ഒരു അമ്മമാർ കുട്ടികളെ നോക്കുന്നത് പോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് കാണാതിരിക്കുക. ബിക്കോസ് അത് ഒരു അട്രാക്ഷനും നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുതരുന്നില്ല. ഓക്കെ, ഒരു മാഗ്നറ്റിക് എനർജിയും ആ ഒരു കാര്യം തരുന്നില്ല. അത് നിങ്ങൾക്ക് എത്ര നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും, ഗൈസ് ട്രസ്റ്റ് മീ, അത് എവിടെയും സ്പർശിക്കുന്ന പോലുമില്ല.
ഓക്കെ, ഇങ്ങനത്തെ ചില ടോക്സിക് അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാന്റസിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഗായ്സ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇത് നിങ്ങളായിട്ട് നിങ്ങൾക്കിത് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലൂടെ ആയതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, റൈറ്റ്? ഫോർ യുവർ പേഴ്സൺ, അവർ എന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ബിക്കോസ് നിങ്ങൾ അതിൽ എനർജറ്റിക്കലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? സി, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സന്റെ റീഡിംഗ്, ഓക്കെ, നിങ്ങൾ ഒരുപാട് ടാരോട്ട് റീഡിംഗ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ബാക്ക് ടു ബാക്ക് നിങ്ങൾ ഒരുപാട് റീഡിങ് കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും ഗൈസ്, അതും നിങ്ങളൊരു അഡിക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, സേവ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് സേവ് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു അൺകണ്ടീഷണൽ, അല്ലെങ്കിൽ ആ ഒരു അവസരം മനസ്സിലാക്കാതെ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം പോലെയാണ്. ഓക്കെ, ആളറിയാണ്ട് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം പോലെയാണ്. മേ ബി ലൈക്ക് അവർക്ക് വേണ്ട, നമ്മൾ എന്താണ് സെർവ് ചെയ്യുന്നത് അവർക്ക് വേണ്ട, അത് മനസ്സിലാക്കാണ്ട് നിങ്ങൾ കുറെ കൊണ്ടുപോയി അവിടെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ നമ്മുടെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, സോ നമ്മൾ കുറെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ ഡിമാൻഡ് ഇല്ലാണ്ടാവും. ഓക്കെ, സോ മാർക്കറ്റ് അറിഞ്ഞു വേണം നമ്മൾ സപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് ഒരുപാട് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ അത്രയും ഫയർ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ള രണ്ടാളുകൾ തന്നെയാണ്. മേ ബി ലൈക്ക് സഡൻ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ? മേ ബി ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫയർ, ആ ഒരു സ്ട്രോങ് എനർജി ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നല്ലപോലെ പോകുന്ന റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എന്തോ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെ? പെട്ടെന്ന് എന്തോ ഒരു കാര്യം തകിടം മറിച്ച പോലെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, റൈറ്റ്? ആൻഡ് അത് നിങ്ങളൊരു കൂടുതൽ പാനിക് ആക്കുന്നുണ്ടായിരിക്കണം. എന്താണ് മാറ്റം സംഭവിക്കുന്നത്, എന്താണെന്നുള്ള ഒരു ടെൻഷൻ, അല്ലെ? ഇത് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അത് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ഫയർ ആയിട്ടാണോ നിങ്ങൾ നല്ലപോലെ വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അത്രയും ഒരു ഫയർ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് തീപിടുത്തം ഉണ്ടാക്കുന്നത് പോലെ പിന്നീട് അത് അണയ്ക്കാൻ സാധിക്കുന്നില്ല. എന്താണ്? ഒരുപാട് ആങ്കർ ഉണ്ടാവുക, ദേഷ്യം, ഒരുപാട് പാനിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക, ഓക്കെ, ആങ്സൈറ്റി, ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗായ്സ്, കാം ഡൗൺ. ഓക്കെ, സോ നിങ്ങൾ എത്ര മാത്രം കാമാവുന്നോ അത്രമാത്രം നിങ്ങളെ റിലേഷൻഷിപ്പും കാമാവാണ് ചെയ്യുന്നത്. അത്രമാത്രം നിങ്ങളെ റിലേഷൻഷിപ്പും സമാധാനമായിട്ട് വരും. ഓക്കെ, സോ നിങ്ങൾ ഒരു സ്പേസ് കൊടുക്കുക. ഡെഫിനറ്റ്ലി ചില മാറ്റങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് ഒരുപാട് മ്യൂച്വലി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് മ്യൂച്വലി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും കോൺഫ്ലിക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കാം ഡൗൺ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ കാമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചില സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ തരുന്നോ അതിലേക്കും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഇത് എപ്പോൾ ശരിയാവും എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ ലൈഫിലും ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ ഇൻസ്റ്റെഡ് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും സെൽഫ് ഗ്രോത്ത് ആയിരിക്കാം. ഗൈസ്, ഫോക്കസ് ഓൺ ദാറ്റ്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഈ സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്തു ഇരിക്കുന്നത്, ആരെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ചില ആളുകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയെ, അല്ലെ? അടുത്ത് വേണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഫിക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം എനർജറ്റിക്കലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയിട്ടുള്ള ഫീലിങ്സ്, അല്ലെ? ആ ഒരുപാട് അഡിക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. ഓക്കെ, സോ രണ്ടു പേർക്കും
അത്രയൊരു ഇഷ്ടം അല്ലെങ്കിൽ അത്രയൊരു ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകളാണ്. സോ നിങ്ങൾ അത്രയും ആസ്വദിച്ചിട്ടുള്ള ചില റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അത്രയും ഇന്റൻസ് ആയിട്ട് വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ചില വിള്ളലുകൾ, സെപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്കത് ബെയർ ചെയ്യാൻ സാധിക്കുന്നില്ല, റൈറ്റ്? നിങ്ങൾക്കത് സഹിക്കാവുന്നതിലും കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു ഫിയർ ഉണ്ടായിരിക്കണം, ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെ? കാമായിട്ടിരിക്കുക. ഓക്കെ, ബിക്കോസ് എത്രമാത്രം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു മാഗ്നറ്റിക് കണക്ഷൻ അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, എത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്തും നിങ്ങൾ അതാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പരസ്പരം അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലിങ്സ്, മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇഷ്ടം, അട്രാക്ഷൻ ആണ് നിങ്ങൾ റീകോൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പോകുന്നത്. അതല്ലാണ്ട് ഈ ഒരു ടൈമിൽ എക്സ്റ്റേണലി സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ട് പേടിച്ചോടി ഒരുപാട് വെപ്രാളം കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്ഥാനമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ലൈഫിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് ഇത് ലൈക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഒരു സ്ട്രഗിൾ കൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ അത്രയൊരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിയാക്ഷൻ ആ വ്യക്തിയും അതുപോലെ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ആ വ്യക്തിയുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആയിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഒരാൾ ഓടാൻ തുടങ്ങുന്നുണ്ടായിരിക്കണം, മറ്റൊരാൾ ഓടിച്ച് പിടിക്കാൻ നോക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്തു, അത് വർക്ക് ആയില്ല, എന്നിട്ട് വീണ്ടും 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 അങ്ങനെ തന്നെ ചെയ്യരുത്. ഓക്കെ, പുതിയ പുതിയ ട്രിക്സ് യൂസ് ചെയ്യുക നിങ്ങളെ കൂടുതൽ കാമാക്കാൻ വേണ്ടി, ഐഡിയാസ്. ഓക്കെ, ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യരുത്, ഡെഫിനറ്റ്ലി. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാമാം. ഈ ഒരു സിറ്റുവേഷൻ സംഭവിച്ചത് അതിനൊരു കാലഘട്ടം ഉണ്ട്, ഒരു ടൈം ഉണ്ട്. അത് കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും സമയം കൊണ്ട്, ഗൈസ് റിമെമ്പർ ദിസ് വേർഡ്, മാർക്ക് മൈ വേർഡ്, കാലം കൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത്. ഒരു കാര്യം നിങ്ങൾ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡും കൂടെ ഉണ്ട്. ബട്ട് നിങ്ങൾ എത്ര ഫോഴ്സ് ചെയ്താലും അത് എൻഡ് ആവാൻ പോവില്ല. നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതോളം, നിങ്ങൾ എത്രമാത്രം ഫോഴ്സ് ചെയ്യുന്നോ അത്രമാത്രം സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓടിച്ച് ഫിക്സ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റി, ഒരുപാട് ഫിയർ ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് ഗൈസ്. ഓക്കെ, എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും, സെപ്പറേഷൻ, നോ കോണ്ടാക്ട്, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഒരു വ്യക്തിയുടെ മാറ്റം നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഗൈസ് ആകെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ബാക്കിയെല്ലാം റൈറ്റ് ആയിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയെല്ലാം എന്താണ് സംഭവിക്കുന്നത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംഭവിക്കുകയാണ്. ഞാൻ അതിലൂടെ പോവാൻ എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ട് എന്നാണ് നിങ്ങൾ സ്വയം പറയേണ്ടത്. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. Your self-respect makes you more romantically attractive. Yes. See, ഒരു സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് രണ്ടാൾക്കാരും, അല്ലെ? അതാണ് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മളുടെ മേലുള്ള അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നമുക്ക് ഇന്റൻഷനലി കൊണ്ടുവരാൻ സാധിക്കില്ല. അത് അങ്ങനെ കൊണ്ടുവന്നാൽ അത് നിലനിൽക്കില്ല. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാച്ചുറലി സംഭവിക്കുക? നിങ്ങൾ ഇനീഷ്യലി പറഞ്ഞതുപോലെ എന്താണോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത്, എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് വർത്ത് ആയിട്ട് തോന്നുക, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് തോന്നുക, അതിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുക. നിങ്ങളെ സ്വയം ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ആ ഒരു കംപാക്ക് ഉണ്ടാവുക, വീണ്ടും റിട്ടേൺ ചെയ്യുക, ഫ്രീ യുവർ സെൽഫ്. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ
മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതേ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അയാൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ അതുപോലെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമോൺ ഗൈസ്, അയാൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിഗേർഡ് ആവുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ആവുന്നത്? അയാൾ എന്നെ ട്രിഗർ ചെയ്യുന്നു, അയാൾ എന്നെ വീണ്ടും വിഷമിപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആവുന്നത് കൊണ്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ മിറർ. എന്താണ് അവിടുന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് തരുന്നത്, നിങ്ങൾ അതേപോലെ ഇറ്റ്സ് ലൈക്ക് ഒരാൾ ഒരു കല്ലെടുത്തെറിഞ്ഞ് അവിടുന്ന് നിങ്ങൾ തിരിച്ച് കല്ലെടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമോൺ. ഓക്കെ, സോ ആ ഒരു ഗെയിമിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. അതാണ് നിങ്ങൾ പുതിയ ഐഡിയാസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, പുതിയ രീതിയിൽ അപ്രോച്ച് ചെയ്യുക, പുതിയ പുതിയ അടവുകൾ എടുക്കുക. ഓക്കെ, ആൻഡ് അഗൈൻ ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ സ്നേഹം ഫെയ്ഡ് ആയതുകൊണ്ടല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ പരസ്പരം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ട്. ഒരാളുള്ളൊരു മാറ്റം, മേ ബി ലൈക്ക് നിങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ മാറ്റം പോലെ നിങ്ങൾ ഒരുപാട് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് നിങ്ങളുടെ സൈലൻസോ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ആക്ഷനോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര സമയമായിട്ട് നിങ്ങൾ ഞാൻ എത്ര എഫേർട്ട് കൊടുത്തിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയോ കാര്യം കൊണ്ട് അത് ഫെയ്ഡ് ആയി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം ഈ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ആ വ്യക്തിയെ പറ്റിയുള്ള അതേ ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ, റൊമാൻറ്റിക് ഫീലിങ്സ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എന്തോ ഒരു കാര്യം നിങ്ങളായിട്ട് തന്നെ അത് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യാൻ പാടില്ലാത്തത് ഡിമാൻഡ് ചെയ്യാതിരിക്കുക, കുറെ കാര്യങ്ങൾ മാറ്റം ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഇപ്പം ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ അതിൽ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ ഇവനെ വഴിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇട്ടാവട്ടത്തിൽ നിൽക്കരുത്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് മീൻ? നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാം, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെ പെട്ടെന്ന് ആരെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കണം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ വന്നു പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി, പെട്ടെന്ന് ആരോ ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ വേറെ ആരെയോ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലത്തെ സംസാരങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ മേ ബി ലൈക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കണം, അങ്ങനത്തെ മാറ്റങ്ങൾ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിപ്പെൻഡഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾ ആ വ്യക്തിയോ ഒരാള് എല്ലാ രീതിയിലും ഒരാളെ ഡിപ്പെൻഡഡ് ആണ്. ആ വ്യക്തിയുടെ ക്വാളിറ്റി, ആ വ്യക്തിയുടെ ടാലന്റ്, ആ വ്യക്തിയുടെ സ്പെഷ്യാലിറ്റി അവിടെ ഫെയ്ഡ് ആയി പോവാണ്, അവിടെ അത് സ്പർശിക്കാതെ പോവാണ്, അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളാണ് ആ ഒരു മാറ്റം എടുക്കേണ്ടത്. ആ ഒരു കോ ഡിപ്പെൻഡൻസി ആണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സെപ്പറേഷൻ അതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് ഈ ഒരു പേഴ്സണെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജ് എന്താണ്? സ്റ്റേ വിജിലന്റ്, സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ-ബീയിങ്, അവെയർ, ഹെൽത്തി, കൺട്രോൾ. എക്സാക്ട്ലി. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി എല്ലാ കാര്യങ്ങൾ എടുക്കേണ്ടത്, ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് ഒരു ഗെയിം പോലെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ഒരു വീഡിയോ ഗെയിമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് ഒരു ട്രഷർ ഹണ്ടിങ് പോലെയോ, അല്ലെങ്കിൽ ലൈക്ക് ഒരു വീഡിയോ ഗെയിമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ട്രിക്കി ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരണം. ഓക്കെ, അല്ലെങ്കിൽ ആരൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടി വിജിലന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇമോഷണലി കാര്യങ്ങൾ എടുക്കരുത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, നിങ്ങളുടെ നല്ലതിനു വേണ്ടി. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ചില ആക്ഷൻസ് നിങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാൻ സാധിക്കുക.
ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, എവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, എവിടെ നിങ്ങളെ ഹെൽത്തി ആയിട്ട് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്താം. ഓക്കെ, ഗ്രോയിങ് അപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. എക്സാക്ട്ലി ഗൈസ്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ വേറെ നിന്ന് നിങ്ങൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു സ്പേസ് വേണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മൊത്തം ഈ ഒരു വ്യക്തിയെ പറ്റി, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ആൻഡ് അത് മൊത്തം അതിലൊരു 90% നിങ്ങൾക്ക് അതിൽ എന്താണ് വേണ്ടാത്തത് അതായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോ, നിങ്ങളുടെ തോട്ട്സ് അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ തോട്ട്സും ഇമോഷൻസും എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടാത്തത്, ഒരു 90% നിങ്ങൾ അതേ കാര്യം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ജെന്യൂൻലി മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 1. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, ഗ്രൂപ്പ് നമ്പർ 2. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്തൊക്കെയാണ് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? അവരുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത്, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് അറിയുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഈ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജി എങ്ങനെയാണോ പോകുന്നത്, എന്ത് ഫ്രീക്വൻസിയാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2. So what's your plan? Group number 2. Because നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും എനർജറ്റിക്കലി കണക്ട് ആവാണ്, അതും മ്യൂച്വലി കണക്ട് ആവാണ്. ഓക്കെ, സോ ഒരു ഹെൽത്തി പാർട്ട്ണർഷിപ്പ് അറ്റ്ലീസ്റ്റ് അവിടെ എനർജറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഗ്രൂപ്പ് നമ്പർ 2. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് പേർപ്പസ് ഉണ്ട്. ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കാം, ഒരുമിച്ച് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതായിരിക്കാം, ഒരുമിച്ച് എന്തോ ഒരു കാര്യം, ഒരുമിച്ച് എന്തോ നിങ്ങൾക്കൊരു മേജർ ലൈഫ് പേർപ്പസ് ഉണ്ട്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്. ഗ്രൂപ്പ് നമ്പർ 2 ഈ വ്യക്തിയുമായിട്ട് അത് കല്യാണം കഴിക്കുക എന്ന് മാത്രം എന്നുള്ളത് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും ഒരുമിച്ച് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് ആയിരിക്കാം, രണ്ടുപേരുടെ ഗ്രോത്ത് ആയിരിക്കാം, ഒരാളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി കാരണമായിരിക്കാം. മ്യൂച്വലി ആണ് അത് കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ കാരണം ആ വ്യക്തിക്കും ഒരുപാട് ഇവോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇവോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ സെയിം ജെൻഡർ ആയിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടെ ജെൻഡേഴ്സിൽ ഉണ്ടായിരിക്കണം അല്ലെ? നിങ്ങളൊരു റെയർ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം അല്ലെ? ലൈക്ക് ആളുകൾ ഒരു കൗതുകത്തോട് നോക്കുന്ന അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടും കൂടി നോക്കുന്ന രണ്ടാളുകൾ റിലേഷൻഷിപ്പിൽ വന്നതുപോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവരെങ്ങനെ റിലേഷൻഷിപ്പിൽ വന്നു? മേ ബി ലൈക്ക് നിങ്ങൾ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, ഡിഫറെന്റ് കൺട്രിയിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. കം ഓൺ ഗൈസ് അല്ലെ? സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എത്ര ആളുകൾ അങ്ങനെ ഡിഫറെന്റ്, അതായത് കൺട്രിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഓക്കെ ഈ ഒരു വ്യക്തി ഡിഫറെന്റ് കൺട്രിയിൽ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് കൺട്രിയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സെയിം ജെൻഡർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഡിഫറെന്റ് കളർ ഉള്ള ആളുകൾ, ഹൈറ്റ് ഡിഫറൻസ് ഉള്ള ആളുകൾ. ഓക്കെ, സോ നോർമൽ ഹൈറ്റ് ഡിഫറൻസ് ഉള്ള ആളുകളല്ല പറയുന്നത്. ചില ആളുകൾ നോക്കുന്ന സമയത്ത് ഇവരെങ്ങനെ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വന്നു എന്ന് അത്ഭുതത്തോട് നോക്കുന്ന എന്തോ ഒരു പ്രത്യേകത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സ്ട്രോങ് മാഗ്നറ്റിക് പാർട്ട്ണർഷിപ്പ് ഉള്ള ആളുകളാണ്, റൈറ്റ്? ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ആൻഡ് രണ്ടുപേരും ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങളും അതെ നിങ്ങളുടെ പാർട്ട്ണറും അതെ ലൈഫ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ആളുകളാണ്. ഓക്കെ, കുറച്ചുകൂടെ ഫണ്ണായിട്ട് കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ അങ്ങനെ വളരെ സെന്റിമെന്റൽ ആയിട്ട് എടുക്കുന്ന ആളുകളല്ല, ഇമോഷണലി ഡ്രെയിൻ അല്ലെങ്കിൽ മിസ് ചെയ്ത് സങ്കടപ്പെട്ട് കരഞ്ഞ്. നോ, നിങ്ങൾ അങ്ങനത്തെ ആളുകളെ അല്ല. രണ്ടുപേരും ജെന്യൂൻലി അല്ലെങ്കിൽ നിങ്ങൾ ഓത്തന്റിക് ആയിട്ട് നിങ്ങൾ അങ്ങനത്തെ ആളുകളല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കളങ്കപ്പെടുത്താനുള്ളൊരു സാധ്യത. ബിക്കോസ് അത് നിങ്ങൾ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ എല്ലാം സെന്റിമെന്റൽ ആയിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ്. നോ,
നിങ്ങൾ അങ്ങനത്തെ ആളുകളെ അല്ല. നിങ്ങളെല്ലാം എല്ലാ കാര്യത്തിലും ഒരു ഫണ്ണ് കാണുന്ന ആളുകളാണ്. എല്ലാ കാര്യത്തിലും ഒരു സോൾവ് ചെയ്യാൻ പറ്റും, ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് കാണുന്ന ആളുകളാണ്. സോ ഒരു കാര്യത്തിന് ഓക്കെ കുറച്ച് സമയത്തേക്ക് നിങ്ങളെ ബോധർ ചെയ്യാൻ പറ്റും, നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യത്തിന് നിങ്ങളെ ഒരു സമയത്തിൽ മേലെ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ എടുക്കുന്ന ആളുകളാണ് രണ്ടുപേരും. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു ഓത്തന്റിക് നേച്ചറിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സ്ഥായി ആയിട്ടുള്ള കാര്യത്തിലേക്ക്, സ്ഥായി ആയിട്ടുള്ള ഫീലിങ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എത്രമാത്രം വരുമോ അത്രമാത്രം ആ വ്യക്തിക്കും അത് ഇൻസ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഓക്കെ, സി നിങ്ങൾ ഡെഫിനറ്റ്ലി വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ത്രെഡ് എന്ന് വരുന്ന രണ്ടാളുകളാണ്. ഓക്കെ, ഒരു ചെടിന്ന് വന്നിട്ടുള്ള രണ്ടാളുകൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വയറ്റെന്ന് വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ ട്വിൻ. ഓക്കെ, ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നില്ല, ബട്ട് സംവെയർ ലൈക്ക് നിങ്ങൾക്ക് അത്രയൊരു സ്ട്രോങ്, ലൈക്ക് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള രണ്ടാളുകളാണ്. ഓക്കെ, സോ അത് അഗൈൻ അത് നിങ്ങൾ ഒരുമിച്ച് വരിക, നിങ്ങൾ ലൈഫ് ലോങ് ഒരുമിച്ചിട്ട് തന്നെ നിൽക്കുക, കല്യാണം കഴിക്കുക, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക, അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പേഴ്സൺ ആണിത്. സോ എത്രമാത്രം നിങ്ങൾ അത് പ്ലെസന്റ് ആയിട്ട് എടുക്കുന്നോ, നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ബിഹേവിയർ, അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാനും ശ്രമിക്കേണ്ട കാര്യമില്ല, ഇന്റൻഷനലി. ഓക്കെ, സ്വാഭാവികമായിട്ട് ഓക്കെ ഒരു സെപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് അതിനർത്ഥം ഇനി അയാൾ തിരിച്ചു വരില്ല എന്നുള്ളതുമല്ല. ഓക്കെ, സോ ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇൻസെപ്പറബിൾ ആണ്, അത് വരും. ഓക്കെ, സോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്, അല്ലെ? സോ നിങ്ങൾക്ക് തോന്നുന്ന അതേ അറ്റാച്ച്മെന്റ് ഡെഫിനറ്റ്ലി അവർക്കും ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എത്രമാത്രം സെന്റിമെന്റൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ കാണുന്നോ അത്രമാത്രം നിങ്ങൾ ഓത്തന്റിക് ആയിട്ട് വരുന്നില്ല. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥായിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല. എത്രമാത്രം നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ റിലേഷൻഷിപ്പ് വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോ റിലേഷൻഷിപ്പിന്റെ പാറ്റേണും, ഓരോ കണക്ഷന്റെ പാറ്റേണും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഓക്കെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, മിക്ക ആളുകളും ഒരേ രീതിയിലാണ് അത് കണക്ട് ചെയ്യുന്നത്, അല്ലെ? ചേസർ, റണ്ണർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ ആയതുകൊണ്ട് എന്റേത് ഇങ്ങനെയാണ് എന്നുള്ളത്. നോ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒരാളുടെ അടുത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെയല്ല എല്ലാവർക്കും സംഭവിക്കാം. ഓരോരുത്തർക്കും അത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്റ്റോറി ഡിഫറെന്റ് ആണ്. ഓക്കെ, മേ ബി ലൈക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ബട്ട് എന്റെ സ്റ്റോറി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല മറ്റുള്ള ആളുകളായിട്ട്, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഗ്യാദർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇൻഫർമേഷൻ ഗൈസ്, അത് നിങ്ങൾ ബ്രേക്ക് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരാളുടെ അഡ്വൈസും, ഈവൻ എന്റെ അഡ്വൈസും നിങ്ങൾക്ക് അത് കണക്ട് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നോ, ഡോണ്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ജേർണി ഉണ്ട്. അത് നിങ്ങൾ യൂഷ്വലി പോകുന്ന ഒരു ജേർണി ആയിക്കൊള്ളണമെന്നില്ല, യൂഷ്വലി ഉള്ള ഒരു സ്ട്രഗിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇന്നൊരു കണക്ഷനിൽ വന്നു, ഇനി അത് വലിയൊരു കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ സെപ്പറേഷനിലൂടെ പോകണം, അല്ലെങ്കിൽ റണ്ണർ, ചേസർ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം, ഇത് ഫിക്സ് ചെയ്യണം, ഇതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. നോ, അങ്ങനെ ഒന്നല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ആ ഒരു ഇമോഷണൽ കൂടെ നിങ്ങൾ ഈ ഒരു കാര്യം എടുക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കുക. ബിക്കോസ് ആ ഒരു സമയത്താണ് നിങ്ങൾ ഓത്തന്റിക് ആയിട്ട് വരിക, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുക. ആ ഒരു സമയത്താണ് റിലേഷൻഷിപ്പ് നിങ്ങൾ കുറെ കൂടെ ഒരു ഫൺ മോഡിൽ എടുക്കുക. ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റിലേഷൻഷിപ്പ് എക്സാക്ട്ലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു അവൈലബിലിറ്റി, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ഒരു അവൈലബിലിറ്റി, അയാൾ എവിടെ നിൽക്കുന്നു, എത്ര ദൂരം നിൽക്കുന്നു, എത്ര സംസാരിക്കാതെ നിൽക്കുന്നു, അതൊന്നും നിങ്ങളെ ഒരു സെപ്പറേഷനിലോ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് ഈവൻ നിങ്ങൾ എത്ര മൈൽസ് ദൂരെയാണെന്നുണ്ടെങ്കിലും, എത്ര കാലം കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, എനർജറ്റിക്കലി എപ്പോഴും കണക്റ്റഡ് ആണ്. നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ്.
ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സെന്റിമെന്റൽ ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ട്രോങ് മെസ്സേജ്, ഈ ഒരു റീഡിംഗ് ഇസ് സച്ച് എ പവർഫുൾ. ഗ്രൂപ്പ് നമ്പർ 2, സീ, ഐ എം ഷുവർ ദാറ്റ് ഈ റീഡിങ്ങിന് ശേഷം നിങ്ങളുടെ പെർസെപ്ഷൻ ചേഞ്ച് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി കാണുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോവാണ്. അതാണ് നിങ്ങളുടെ ഒരു, ഇത് മേ ബി ലൈക്ക് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു റീഡിങ് നിങ്ങൾ ആരൊക്കെയാണോ ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത്, നിങ്ങൾ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടോ അതിന് ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള പാത്തിലായി അതിനൊരു പുതുമ കൊണ്ടുതരാൻ, അല്ലെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് തരുന്ന ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ബിക്കോസ് ഇതിൽ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു അവയർനെസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നിങ്ങൾ റീഫ്രെയിം ചെയ്യാൻ പോവാണ്, മാറ്റം വരുത്താൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടുന്ന് റിഫ്ലക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, സോ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ, എത്ര ദൂരെ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും എനർജറ്റിക്കലി നിങ്ങൾ കണക്റ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. അതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങളെ തന്നെ ഒരു ജയിലിലിട്ട് വെച്ചതുപോലെയാണ്. എങ്ങനെ ഇതൊന്ന് പുറത്തേക്ക് വരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പെർസെപ്ഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കേജിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ജയിലിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. ആ ഒരു ഇമോഷണൽ ജയിലിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾ ഈ ഒരു വിഷമായിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ് കാണേണ്ടത്. ഓക്കെ, സോ ഒരാൾ ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾക്കും ഇമോഷണൽ ഫ്രീഡം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരാൾക്കും അവിടെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് എന്നുള്ളത്, അല്ലെ? ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയുന്ന ആളുകളാണ്. റൈറ്റ്, സോ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ചില ആളുകൾ വെരി സൂൺ, നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി, ഫിസിക്കലി വളരെ സാറ്റിസ്ഫൈഡ് ആവാൻ പോവാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, എന്താണോ നിങ്ങളുടെ മനസ്സ്, ശരീരം, എനർജറ്റിക്കലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആഗ്രഹിച്ചത്, അത് ഫുൾഫിൽഡ് ആവാൻ പോവാണ്, അത് കണക്ട് ആവാൻ പോവാണ്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്, അല്ലെ? അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് എക്സാക്ട്ലി, അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓർ ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് ഇതാണ്. ബിക്കോസ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ ഇതുപോലത്തെ മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ എത്രമാത്രം പരസ്പരം പ്രിയപ്പെട്ട ആളുകളാണെന്നുള്ളത്. സോ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജനറൽ ആയിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യരുത്. നിങ്ങളും അതേ ഒരു ഫൈറ്റിലേക്ക് വരരുത്, നിങ്ങളും അതേ ഒരു ലൂപ്പിലേക്ക് വരരുത്. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റോറി. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, നെവർ എവർ കമ്പയർ യുവർ സെൽഫ്. ബിക്കോസ് എന്തൊക്കെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും ഗ്യാദർ ചെയ്യാനും നോക്കുന്നത്. നോ നോ നോ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിലേക്ക് വരണം. ഒന്നുകിൽ നിങ്ങൾ അതിനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത് വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിന് ഫീഡ് ചെയ്തോ, നിങ്ങൾ ഫോളോ ചെയ്യുന്നോ, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർ നിങ്ങൾക്ക് ഏറ്റവും പറയാൻ പറ്റില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ നാച്ചുറലി എന്തൊക്കെയാണോ ഫ്ലോ ചെയ്യേണ്ടത്, റിലേഷൻഷിപ്പിന്റെ ജെന്യൂൻ ഇന്റൻഷൻ എന്താണോ, ജെന്യൂൻ പേർപ്പസ് എന്താണോ, ഞാൻ അത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാണ്. അത് എൻ്റെ ലൈഫിലേക്ക് വരാനുള്ള എല്ലാ ഫ്രീഡവും, ഇമോഷണൽ ഫ്രീഡവും ഞാൻ കൊടുക്കുകയാണെന്നുള്ളത് പറയാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോവാണ്. നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ് അതാണ്, നിങ്ങളുടെ ബർത്തിന്റെ ഇന്റൻഷൻ അതാണ്, നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ അതാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോറി കണക്ട് ചെയ്യേണ്ട ആളുകളാണ്. സോ ഒരിക്കലും അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. കം ഓൺ, സീ
ഒരു പുതിയൊരു ജീവിതം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പ്ലീസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യൂ. ഇന്നഫ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. മേ ബി അങ്ങനത്തെ ഒരു കാര്യം പലതും കേട്ടും കണ്ടും പലതും അങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു സിറ്റുവേഷനിൽ. സെപ്പറേഷൻ, ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറിസോൺ. ഓക്കെ, സോ മേ ബി നിങ്ങൾ കുറച്ച് സമയമായിട്ട് ആ ഒരു സെപ്പറേഷനിൽ കൂടി ആയിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. ബട്ട് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു റീബേഴ്സ് ആണ്. ഓക്കെ, സി എപ്പോഴൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ വന്ന് നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നോ ഗൈസ്, നിങ്ങളത് ഒന്നുകിൽ നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഇമോഷണലി കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി അവിടെ ഒരുപാട് ഇമോഷൻസ് കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ ആളുകളല്ല. ഓക്കെ, സോ നിങ്ങൾ കാര്യങ്ങൾ കുറെ കൂടെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. ഇപ്പൊ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ കാണുന്ന ആളുകളാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു സെപ്പറേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതുതായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ രണ്ടുപേർക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് ആ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടേക്കോ. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. എക്സാക്ട്ലി. സി, ബിക്കോസ് എന്തുകൊണ്ടാണ് ഡിവൈൻ ടൈം? ബിക്കോസ് ഇറ്റ്സ് എ സ്പിരിച്വൽ കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു വ്യക്തി തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇതിൽ കാത്തിരിപ്പ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾ കൊടുക്കുക. ഫൈനാൻസ് ആൻഡ് കരിയർ. സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജോബ് സംബന്ധമായിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത്, ചില കാര്യങ്ങൾ ഫെയ്ഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഗെയിൻ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ട്രൂ ലവ് ഗേവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. ഓക്കെ, ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് ലൈഫ് ടൈം. ഗ്രൂപ്പ് നമ്പർ 2 വേറെ എന്ത് കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ട്രൂ ലവ്, മേക്ക് എഫേർട്ട്. ഓക്കെ, സോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം, പേഷ്യൻസ്, ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള എഫേർട്ട് കൊടുക്കുക. അതല്ലാണ്ട് വീണ്ടും കഴിഞ്ഞു തന്നെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിസ്റ്റർബ്ഡ് ആക്കാതിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 2. എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്? എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? സോൾ സെർച്ചിങ്, നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. Motivates, purpose, self. Okay, see, soul searching. See, നമ്മുടെ ആത്മാവിനെ തിരയാണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് ചില സമയത്ത് നമ്മളെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ പേർപ്പസ്, നമ്മുടെ ഇന്റൻഷൻ. ഓക്കെ, സോ അതാണ് ഓരോ ടൈമിലും നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെപ്പറേഷനും അല്ലെങ്കിൽ ഓരോ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇവന്റ്സും നിങ്ങളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവസരം നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു സെപ്പറേഷൻ ഉണ്ടാവുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങൾ മേ ബി ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കണം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില സമയത്ത് നമ്മൾ മാത്രമാണ് നമ്മുടെ സോളിന്റെ കൂടെ ഉണ്ടാവേണ്ടത്, അല്ലെ? നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ, ഇവോൾവ് ചെയ്യാൻ ചില സമയത്ത് നമ്മൾക്ക് ആ ഒരു പാർട്ട്ണർ കൂടെ വേണം. സോ ചില സെപ്പറേഷൻ ഇതിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചില സ്പേസ് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ സ്പേസ് കൊടുക്കുക. സെൽഫായിട്ട് വർക്ക് ചെയ്യേണ്ട സമയത്ത് സെൽഫായിട്ട് വർക്ക് ചെയ്യുക. മെൻ സോൾസ്, ലവ് വിത്ത് പർപ്പസ്, heal with compassion, empathy, forgive, renew. Exactly. See, again, soul, divine, feminine. ഓക്കെ, സോ വളരെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, സോ പരസ്പരം ഫൊഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പരസ്പരം എംപതി ഉള്ള രണ്ടാളുകളാണ്, ജെന്യൂൻലി എംപതി കാണിക്കുന്ന ആളുകളാണ്. ഓക്കെ, സോ
നിങ്ങൾക്ക് എത്രമാത്രം ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഇവോൾവ് ആവുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ എക്സ്പാൻഡ് ആവുക, കൂടുതൽ നിങ്ങൾ പരസ്പരം ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത്, പരസ്പരമുള്ള ഒരു സോളിന്റെ ഡെപ്ത് മനസ്സിലാക്കുക. വീണ്ടും 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 നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ്, ഗിവ് അപ്പ് ചെയ്യാണ്ട് വീണ്ടും വീണ്ടും വരുന്ന സമയത്താണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ടാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 2, hope you like this reading. Let's move to group number 3 now. Hello, group number 3, the person on your mind. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്തൊക്കെയാണ്, ഈ വ്യക്തിയെ പറ്റി, ഈ റിലേഷൻഷിപ്പിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്? എന്താണ് റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ, ഈ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, ഇന്റൻഷൻ, എങ്ങനെ ഈ വ്യക്തി നിങ്ങൾ ഫീൽ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നോ നിങ്ങൾക്ക് തന്നെ അറിയാം. എഫേർട്സ് അവിടെ കണക്റ്റഡ് ആവുന്നില്ല അല്ലെ, അല്ലെങ്കിൽ എഫേർട്സ് അവിടെ മാറ്റർ ആവുന്നില്ല, ഏൽക്കുന്നില്ല അല്ലെ. ചില കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഏൽക്കുന്നില്ല. ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി മേ ബി നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ ഈ ഒരു സമയം കോണ്ടാക്റ്റിൽ ഉള്ള ആളുകളുടെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിലല്ല, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കുറച്ചായിട്ട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ഈ വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങളിലാണ് എൻഗേജ്ഡ് ആയി, നിങ്ങൾക്ക് തോന്നി ഓക്കെ നിങ്ങളെക്കാളും വലുതായിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ആ വ്യക്തി കൺസിഡർ ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ഈ വ്യക്തിയുടെ സറൗണ്ടിങ്ങിലുള്ള എന്ത് കാര്യത്തിനും അയാൾ അത്രയൊരു ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഒരു ജെന്യൂൻ ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല. അത് ഈവൻ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അയാൾ എന്തിലാണോ അയാൾക്കതിൽ സെറ്റിൽ ആവാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി ആ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തി ഒരു രീതിയിലും എവിടെയും കണക്ട് ആക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് ഈ സമയം ആ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആ വ്യക്തി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ ആ വ്യക്തിയുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വഴിക്ക് വിടുക. ഓക്കെ, ബിക്കോസ് ആ വ്യക്തി തന്നെ ഫിക്സ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്, ആ വ്യക്തി തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഒരാളെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അല്ലേ. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്താണ് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്, നിങ്ങൾ അതിൽ സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് പോവുക. അതല്ല നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾ എവിടെയും കണക്റ്റഡ് ആവുന്നില്ല, നിങ്ങൾ ഫുൾഫിൽഡ് ആവുന്നില്ല, ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് ഡൗട്ട്സും മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അതൊന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതല്ല, ഇയാൾ എന്ത് ചെറിയ കാര്യങ്ങൾ തന്നാലും ഞാൻ അതിൽ സെറ്റിൽ ആയി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇമോഷൻസും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ എന്തൊരു കാര്യം ഇൻവോൾവ് ആണ്. റൈറ്റ്, സോ അവിടെ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്, ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ലീഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു സമയത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, ഇമോഷണലി ഒരു സമയത്ത് ഫുൾഫിൽഡ് ആവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് പോകുന്നത് അല്ലെ. കോൾഡ് ആയിട്ട് പോവും, പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കും. റൈറ്റ്, സോ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവുന്നില്ല എക്സാക്ട്ലി ഈ വ്യക്തിക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. പരസ്പരം ബ്ലെയിം ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രഗിൾ ആണ്. ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നേച്ചറിനേക്കാൾ കൂടുതൽ അവനവനെന്താ വേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇമോഷൻസിന്റെ മേലാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് വളരെ ഇമ്മച്യൂർഡ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം വേണം, ഇപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു വ്യക്തിയോടാണ് ഭയങ്കര ഇഷ്ടം തോന്നുന്നതെങ്കിൽ അപ്പൊ അത് കാണിക്കുക. പിന്നീട് ആ ഒരു ഇഷ്ടം കുറയുന്ന സമയത്ത് അങ്ങനെ തന്നെ പിറകോട്ട് നിൽക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾക്ക് തോന്നാണ് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ
ആർക്കാണ് അതുകൊണ്ടൊരു സ്ട്രഗിൾ ഉണ്ടാവുന്നത്? അയാളാണ് റിലേഷൻഷിപ്പിൽ വേണ്ട മാറ്റങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. റിലേഷൻഷിപ്പിൽ പോകുന്നത് നിങ്ങൾക്ക് ഹെൽത്തി ആണോ, നിങ്ങളത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ എത്രമാത്രം ഈ ഒരു നിങ്ങൾക്ക് അറിയാം റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ പിരിയാൻ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഡെഫിനറ്റ്ലി. ബട്ട് അതേസമയം നിങ്ങൾ കണക്ട് ചെയ്തതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് ഫീലിങ്സിന് ഡെഫിനറ്റ്ലി ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇന്റൻഷൻ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹേർട്ട് ചെയ്യുക എന്നുള്ളൊരു പേർപ്പസ് അല്ല. ഒന്നുകിൽ നിങ്ങളെ ഇവോൾവ് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യുക, നിങ്ങൾക്കൊരു ലെസൺ തരിക എന്നുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ട്രിഗർ ചെയ്യുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം അതാണ്. സോ നിങ്ങൾ വീണ്ടും 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 ട്രിഗേർഡ് ആവുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ട് എടുക്കാം, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ മാറ്റങ്ങളാണ് നിങ്ങൾ കൂടുതൽ എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എത്ര ടോക്സിക് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും ടോക്സിക് ആയിട്ട് കൊണ്ടുപോകാം. എത്ര അത് മനസ്സിലാക്കി നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ച് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ ഇത് കുറച്ച് അധികമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ബിക്കോസ് നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഇന്റൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡെഫിനറ്റ്ലി ഈവൻ നിങ്ങൾക്ക് ജെന്യൂൻലി കണക്ഷൻ ഉണ്ടായിക്കോട്ടെ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജെന്യൂൻലി കണക്ഷൻ ഉണ്ടായിക്കോട്ടെ, ബട്ട് ഒരിക്കലും നിങ്ങൾ അതുകൊണ്ട് സഫർ ചെയ്യാൻ പാടില്ല. ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ, ആ ഒരു കണക്ഷന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും സഫർ ചെയ്യാൻ പാടില്ല. നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ എത്രമാത്രം ടൈറ്റ് ആയിട്ട് പിടിക്കുന്നു അത്രമാത്രം നമ്മൾ ഹേർട്ട് ആവുകയാണ് ചെയ്യാം അല്ലേ. സോ ചിലത് ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്താണ്, ചിലത് നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്താണ് നമുക്ക് അതിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പും അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ അവിടെ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു സ്പേസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു ബ്രീത്തിങ് സ്പേസ് വരുന്ന സമയത്താണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഈ ബട്ടർഫ്ലൈനെ ചേസ് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, നമ്മൾ ഓടിച്ച് പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓടി 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 പോവുള്ളൂ അല്ലേ, അത് പറന്ന് പോവുള്ളൂ ചെയ്യാം. സോ ഇൻസ്റ്റീഡ് ലൈക്ക് നമ്മൾ ഒരു അതുപോലത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ അതിന് പിറകെ പോകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിന് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സമയത്താണ് അത് വരിക അല്ലേ. സോ ആ ഒരു ബ്ലോസം സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലറിഷ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു അട്രാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, മേ ബി ഇത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കാം അല്ലെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. റൈറ്റ്, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്കറിയാം ഇതൊരു കൈൻഡ് ഓഫ് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ചില കമ്മിറ്റ്മെന്റ് ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അത് ഒന്നുകിൽ അത് സോൾ കോൺട്രാക്ട് ആയിരിക്കാം ചില ആളുകൾക്ക്. അതാണ് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനും പറ്റുന്നില്ല, അകത്ത് നിൽക്കാനും സാധിക്കുന്നുണ്ടാവില്ല അല്ലെ. സോ ഡെഫിനറ്റ്ലി ഒരു സോൾ കോൺട്രാക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഡിവൈൻ കോൺട്രാക്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വ്യക്തി നിങ്ങൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ ആ വ്യക്തിയെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒന്നുകിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ആവാത്ത ചില കാര്യങ്ങൾ എടുത്ത് വീണ്ടും ട്രിഗർ ചെയ്യുക എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കൺഫർമേഷൻ ആണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ലെയർ പോലെ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരുപാട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് അവേക്കൻ ആക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷനേ അതാണ്, നിങ്ങളെ ഡീപ്പായിട്ട് അവേക്കൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് നിങ്ങൾക്കൊരു ഓൺ ആൻഡ് ഓഫ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ചില സമയത്ത് വളരെ കാമായിട്ട് തോന്നും, ചില സമയത്ത് വളരെ സെക്യൂർ ആയിട്ട് തോന്നും, ചില സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിന് രണ്ട് നേച്ചർ ഉണ്ട്, ഒന്ന് പ്ലസന്റ് ആയിട്ടുള്ള നേച്ചറും ഒന്ന് അതിന്റെ ഒരു ഡാർക്ക് സൈഡും. റൈറ്റ്, ബിക്കോസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ
ഡാർക്ക് സൈഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അത് സ്പർശിക്കേണ്ടതായിട്ടുണ്ട്, അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടേത് മാത്രം എന്നുള്ളതല്ല, പരസ്പരം നിങ്ങൾ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, പരസ്പരം നിങ്ങൾ അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അവിടെ കൊടുത്തു വാങ്ങിക്കാൻ. ഓക്കെ, ചില കാര്യങ്ങളുണ്ട് സെൽഫ് വർത്ത് എന്താന്ന് കാണിച്ചു തരാൻ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വർത്ത് തോന്നുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അല്ലെ? എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അത്രയൊരു സന്തോഷം തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മാറുന്ന സമയത്ത്, നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തി വീണ്ടും വരിക. റൈറ്റ്, വീണ്ടും വന്ന് നിങ്ങൾ ഓക്കെ ആയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ല ഞാൻ ഇനി പഴയതുപോലെ പെരുമാറില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അഗെയിൻ ഈ വ്യക്തി ട്രിഗർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അതേപോലെ നിങ്ങൾ ആ ഒരു മാറ്റങ്ങളൊക്കെ മറന്ന് നിങ്ങൾ പഴയ പോലെ തന്നെ ആയിരിക്കാം ട്രിഗർ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം മേ ബി ചില ആളുകൾ. റൈറ്റ്, എന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സെൽഫായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരാനും നിങ്ങളുടെ ഒരു വർത്ത് മനസ്സിലാക്കാനും ഒരു സമയത്ത് സഹായിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും അതിങ്ങനെ വരുന്നത് നിങ്ങൾ അതിന് എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അന്ന് പെരുമാറിയ പോലെ തന്നെയാണ് വീണ്ടും ഇതിൽ പെരുമാറുന്നത്. ഓക്കെ, നമുക്ക് തോന്നും ഓക്കെ നമ്മൾ ഓക്കെ ആയിന്ന് തോന്നും, അല്ലെ? അണ്ടിൽ അൺലെസ് അതേ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ട്രിഗർ ചെയ്യുന്നത് വരെ. റൈറ്റ്, ഓക്കെ, ഞാനിപ്പോ ദേഷ്യമൊന്നുമില്ല, ഞാനിപ്പോ ആരോടും ദേഷ്യപ്പെടാറില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നിട്ട് നമ്മളെ വീണ്ടും ദേഷ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ വീണ്ടും ദേഷ്യം വന്നാല് നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെ? അതല്ല, ഓക്കെ, നമ്മൾ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തു, വീണ്ടും അതേ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാളെ നമ്മൾ എടുത്ത് വീണ്ടും വന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു, പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറേയൊക്കെ ബെറ്റർ ആയി. പഴയതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ബോധറേ ചെയ്യുന്നില്ല. അവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത്, അല്ലെ? ഈ വ്യക്തി വീണ്ടും 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 നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അതേ ഹേർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ വീണ്ടും 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 ഹേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബിക്കോസ് നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് എടുക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിവൈൻ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. നിങ്ങൾ സോൾ ഫാമിലി എന്നുള്ള റിലേഷൻഷിപ്പ് ആണിത്. നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളതല്ല ഈ റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ അവേക്കൻ ചെയ്യാന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, സെൽഫ് ലവ്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വ്യക്തിയല്ല, കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, നിങ്ങൾ എടുക്കേണ്ട മാറ്റങ്ങളാണ്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾ കോൺട്രാക്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾ ഫാമിലി എന്നുള്ളൊരു പേഴ്സൺ ആണ്, സോൾ മേറ്റ്. മേ ബി ലൈക്ക് നിങ്ങൾ എടുക്കുന്നത് ട്വിൻ കണക്ഷൻ ആയിട്ടായിരിക്കാം, വോട്ട് എവർ. ഓക്കെ, സോ എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഉദ്ദേശം എങ്ങനെയാണ്, എസ്പെഷ്യലി നിങ്ങൾക്ക് അതൊരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വരിക പോവുക വീണ്ടും ഹേർട്ട് ചെയ്യുക, അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അത് എവിടെ നിർത്തണം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എന്താണോ റിപ്പീറ്റഡ്ലി നിങ്ങൾ ട്രിഗർ ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് പെരുമാറി തുടങ്ങുന്ന സമയത്ത് അതിങ്ങനെ ശാന്തമായിട്ട് വരും, അതിങ്ങനെ ഫെയ്ഡ് ആയിട്ട് വരും. ഓക്കെ, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഈ വ്യക്തിയുടെ ഒരു പെരുമാറ്റം, ഈ വ്യക്തി എങ്ങനെ നിങ്ങളടുത്ത് പെരുമാറിക്കോട്ടെ, ഈ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ എത്ര വിഷമിപ്പിച്ചോട്ടെ, ഒരു വ്യക്തി എത്ര മോശമായിട്ടുള്ള വ്യക്തിയും ആയിക്കോട്ടെ, ഓക്കെ, ബട്ട് സോൾ വൈസ് നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റൻഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ലോയൽറ്റി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എത്ര ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളെടുത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ബന്ധം, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എന്തുകൊണ്ടാണ് പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മുന്നേ അറിയാം, നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള പേഴ്സൺ ആണ്. അത് മേ ബി ലൈക്ക് അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇത് മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾക്ക് അത്രയും അടുത്തൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് മദർലി അല്ലെങ്കിൽ ഫാദർലി അഫെക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, വളരെ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് തോന്നിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. വൈ? ബിക്കോസ് നിങ്ങൾ ആ ഒരു സോൾ ഫാമിലി എന്നുള്ള ആളുകളാണ്. സോൾ മേറ്റ്, പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻ, ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്.
ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കണം ഇതിന്ന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാണോ, നിങ്ങൾക്ക് ടോക്സിക് ആണോ, നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ആണോ? നോ, ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് നിങ്ങളെ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ. നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണിത്. പാഷൻ, allow your heart and soul to sing with joy. ഓക്കെ, സോ എനർജറ്റിക്കലി എന്താണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഡീപ് ഡൗൺ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ അലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈഗോ അല്ല, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല, ബട്ട് ഡെഫിനറ്റ്ലി അവിടെ പുതിയ പുതിയ അനുഭവങ്ങൾ നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക്. ഓക്കെ, വീണ്ടും വീണ്ടും ഒരേ രീതിയിലല്ല നിങ്ങൾ കാര്യങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതും. ഓക്കെ, അവിടെ മാറ്റില്ല. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്ത് തുടങ്ങണം. ഓക്കെ, ബിക്കോസ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ചില ഗ്രോൺ ഹാബിറ്റും ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഒരു പേഴ്സൺ ഹെൽപ്പ് ചെയ്യുന്നത് പരസ്പരം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെ ടോക്സിക് ആയിട്ട് കാണുന്നോ അത്രമാത്രം ടോക്സിസിറ്റി പേഴ്സൺ നിങ്ങൾക്ക് തരും. സോ ഇൻസ്റ്റീഡ് എന്താണ് ഈ വ്യക്തി നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രശ്നമാണ് തന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അത് പ്രാക്ടിക്കലി ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യക്തി ഒരിക്കലും എത്ര മോശമായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളിലൂടെയാണ് ഈ വ്യക്തി ചേഞ്ച് ആവാൻ പോകുന്നത്. നിങ്ങളിലൂടെ ആയിരിക്കാം ഈ വ്യക്തി നന്നായിട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ മാറ്റത്തിലൂടെ, നിങ്ങൾ ഈ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയല്ല. നിങ്ങൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നോ, അവിടുന്ന് നിങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നോ, ആ ഒരു സമയത്താണ് മാറ്റങ്ങൾ ഉണ്ടാവുക. വൈ? ബിക്കോസ് ദിസ് ഈസ് യുവർ സോൾ മേറ്റ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. ഫസ്റ്റ് ബ്ലഷ്. നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടാവില്ല അല്ലെ. ഇത്ര ഡെപ്തിൽ ഒരു പേഴ്സണെ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഈവൻ സ്നേഹം കൊണ്ടും കീഴടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക്. റൈറ്റ്? സോ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരിക്കലും ഒരു വിഷമായിട്ടോ ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടോ കാർമിക് ആയിട്ടോ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഓക്കെ ഒരു വളരെ ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇതിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് വരാൻ? ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ അതിലും വീണ്ടും സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളതല്ല. ബിക്കോസ് ആ ഒരു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നാലേ അയാൾക്കും പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ, അയാൾക്കും നന്നായിട്ട് വരാൻ സാധിക്കുള്ളൂ. തിരിച്ചും അങ്ങനെയാണ്. ഓക്കെ, സോ എത്രമാത്രം റിയാക്ഷൻസ് അതിൽ കൊടുക്കുന്നോ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള വെള്ളം പോലെയാണ്. ഓക്കെ, കലങ്ങുന്ന വെള്ളം പോലെയാണ്. സോ അത് ഇറ്റ്സ് ലൈക്ക് അത് തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. വളരെ കലങ്ങിയിട്ടുള്ള ഒരു വെള്ളം തെളിഞ്ഞു വരാൻ ടൈം എടുക്കും അല്ലെ. ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്തായിരിക്കാം പിന്നെയും അതിൽ നിങ്ങൾ കല്ലിട്ട് ഇളക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്? സോ ചില മാറ്റങ്ങൾ ടൈം കൊടുക്കുക, പേഷ്യൻസ് ഡെഫിനറ്റ്ലി വേണം. ഓക്കെ, സോ ചിലത് എന്താണ് സംഭവിക്കുന്നത് അത് അതിന്റെ രീതിയിൽ അതിനെ ഫ്ലോ ചെയ്യാൻ കൂടെ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് വേണം. ഓക്കെ, അയാൾ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ അങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഞാൻ അവിടെ ഡിഫറെന്റ് ആയിട്ട് ഓക്കെ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാം എന്നുള്ള ചില മാറ്റങ്ങൾ, ചില ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മുന്നേ നടക്കുന്ന സമയത്ത് അയാൾ പിറകെ നടക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വിഷമായിട്ടോ ഒന്നും, ആരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ, നിങ്ങളുടെ തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പേഴ്സൺ ആണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു സോളാണ്. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ ഉള്ള ആളുകളാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.